നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ വേടനെ കുറിച്ചാണ്. എന്തെന്നാൽ വേടൻ നിർത്തില്ല, അത് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. അദ്ദേഹത്തിന് അതുമാത്രമേ അറിയൂ. ഇന്ന് അദ്ദേഹം മലയാളക്കര കടന്നു, തമിഴ്നാട് കടന്നു, കർണാടക കഴിഞ്ഞ് മറ്റ് സൗത്ത് ഇന്ത്യൻ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് ലോകം മൊത്തത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ചാ വിഷയമാണ്. തമിഴ്നാട്ടിൽ ഒരുപാട് പോപ്പുലറായ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ആ ഒരൊറ്റ സിനിമ കൊണ്ട് തമിഴ്നാടിനെ മുഴുവനും കീഴടക്കിയ ഒരു ഗായകനും ഗാനരചയിതാവും മാത്രവുമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ അദ്ദേഹം ഒരു ഒരു സംസാര വിശേഷമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. ഇന്ത്യ ഒട്ടുക്ക് എവിടെ തിരിഞ്ഞാലും വേടൻ 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 തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേടനെ ഇത്രയധികം സംസാരമാക്കിയത്? അദ്ദേഹം എഴുതുന്ന വാക്കുകൾ, അദ്ദേഹം പാടുന്ന പാട്ടുകൾ മറ്റുള്ളവർക്കത് വേദനിക്കുന്നു, അല്ലെങ്കിൽ അതൊരു അവരുടെ ഉള്ളിൽ മുള്ളുകൊണ്ട് കുത്തുന്നത് പോലെയാണ് വേടൻ്റെ പാട്ടെഴുത്തും പാടലും. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഓരോ കഥയും കഥാപാത്രങ്ങളും അത്തരത്തിലാണ്. 5 പേരോ 10 പേരോ ഒന്നും അല്ല വേടൻ്റെ പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ വേടൻ്റെ പിന്നാലെ ചുറ്റുന്നതും വേടൻ്റെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. വേടൻ്റെ വേദികളിലേക്ക് ആളുകൾ ഇരമ്പിക്കേറുകയാണ്. അത്രയധികം തിക്കും തിരക്കും സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഇന്ന് വേടൻ മാറിയിരിക്കുന്നു. വേടൻ്റെ ഗാനങ്ങൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇരമ്പി വരുന്നത്. അതിലുപരി ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിർഭാഗ്യകരമായ ചില വിശേഷങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുണ്ട്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. വേടനെ തകർക്കുവാൻ വേണ്ടി ഇന്ന് മലയാളക്കരയിൽ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നു. എന്തിനാണ്? സംഘപരിവാറിൻ്റെ പത്രമായ മുഖപത്രം വേടനെ കുറിച്ച് എഴുതുന്നു. പല സംഘപരിവാറുകാരും ഇതിനെതിരെ പെരുമാറുന്നു. ഒരു കാര്യം പറയട്ടെ, തമിഴ്നാടുകാരനായ പച്ച മലയാളം സംസാരിക്കുന്ന, അതായത് അമ്മ തമിഴ്നാട്ടുകാരിയാണെങ്കിൽ പോലും അച്ഛൻ മലയാളിയാണ്, അതുകൊണ്ട് അദ്ദേഹം പച്ച മലയാളം സംസാരിക്കുന്നു. ഒപ്പം നല്ല ഭംഗിയായി നല്ല വൃത്തിയായി തമിഴ് സംസാരിക്കുന്നു. ആയതിനാൽ തമിഴ്നാട്ടുകാർക്കും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. തമിഴിലെ ഏത് ചാനൽ എടുത്താലും ശരി, വേടനല്ലാതെ ഇന്ന് തമിഴ്നാട്ടിൽ മറ്റൊരു സംസാര വിഷയമില്ല. എന്തിന്? ചുരുക്കം അവിടുത്തെ രാഷ്ട്രീയം പോലും ഇന്നും ആരും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്ന വിഷയം ഇതാണ്, വേടൻ. ആ തമിഴ്നാട്ടിൽ ഇന്ന് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അവിടെ അത്രയധികം ഹിറ്റുണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു. പറയുന്നു, ഞാൻ ഈ പരിപാടി നിർത്തില്ല. കാരണം വേടന് അറിയുന്ന ജോലി അതാണ്. അദ്ദേഹത്തിന് പല കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പറയുവാനുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വിഷയം, എനിക്ക് ഒരു വേദിയിൽ സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തത്, എനിക്കിതാണ് പറ്റിയത് എന്ന് അദ്ദേഹം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. ആയതുകൊണ്ട് അദ്ദേഹം പാട്ടെഴുതുന്നു, പാടി തൻ്റെ ഉള്ളിലെ അമർഷം മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അത് കേൾക്കാനും കാണാനും നിരവധി പേർ ഒഴുകിയെത്തുന്നു. വേടൻ പറഞ്ഞ ഒരു വിഷയം, ഞാൻ ഒരിക്കലും ഇത് നിർത്താൻ പോകുന്നില്ല. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, മടുക്കുമ്പോൾ അവർ പൊക്കോളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ നിർത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കാരണവശാലും നിർത്തില്ല. പിന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആരെയും വിമർശിക്കാനുള്ള അനുവാദം രാജ്യം അനുവദിക്കുന്നു, നമ്മുടെ നിയമ സംവിധാനം അനുവദിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പിലൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ പാടില്ല, അത് തെറ്റാണ്. വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ ഇതേ നിയമം തന്നെ നമ്മളെ ശിക്ഷിക്കും. അപ്പോൾ വേടനെതിരെ സംസാരിച്ച മധു എന്നൊരു പത്രാധിപൻ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പം വേടനെതിരായി ആ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഉറച്ചിരിക്കുന്നുണ്ടോ? യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത്. വേടനോട് എനിക്ക് വെറുപ്പില്ല. അദ്ദേഹം അവതരിപ്പിക്കുന്ന, അതായത് പാലസ്തീൻ്റെ കൊടി പുതപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റേജിൽ പാടുന്നു. സോണിയാഗാന്ധി അവർക്ക് മാപ്പ് നൽകി അവരെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്.
കാരണം അവർക്ക് പറ്റിയ തെറ്റ് അവർ തുറന്നു പറഞ്ഞപ്പോൾ അവർ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. ആ വലിയ മനസ്കത നമ്മൾ കാണാതെ എങ്ങനെ പോവും? അപ്പോൾ അവിടെ തീർന്നു ആ വിഷയം. പക്ഷേ LTT എന്നൊരു സംഘടനയെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിയമപരമായി താങ്കൾ പൊയ്ക്കൂടെ? നിശ്ചയമായിട്ടും അത് നിയമപരമായി നേരിടേണ്ടതാണ്. അതിന് ഈ രാജ്യത്ത് ധാരാളം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പോലീസുണ്ട്, അധികൃതരുണ്ട്. ആ അധികൃതരുടെ മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യം. അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ താങ്കൾ ഇത്തരത്തിലുള്ള പ്രസംഗത്തിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വേടന്റെ പാണനല്ല പറയാനല്ല എന്ന വരി. ആ വരി അത് യഥാർത്ഥത്തിൽ ജാതിയിലേക്ക് എതിരായുള്ള ഒരു വരികളല്ല. പാണനല്ല, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കും അറിയാം. എന്താണെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഈ ആധുനിക കാലത്ത് നമ്മൾ ജാതിയെ മറന്നു തുടങ്ങി, ജാതീയമായ വിവേചനങ്ങളെ മറന്നു തുടങ്ങിയതാണ്. ഇത് സത്യത്തിൽ ഇത്തരം ജാതി വിവേചനങ്ങളെ അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി ആവർത്തിച്ച് പറയലാണ് എന്ന് സാമാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ചയിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയാണ് താങ്കളുടെ പ്രസംഗം എന്ന് ഒരു തരത്തിലുള്ള സംസാരമുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അത് ആ ഒരു വാദം തന്നെ എന്താണ് ഈ പറയുന്ന റാപ്പ് സംഗീതത്തിലൂടെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം വേടനെ മുൻനിർത്തി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ആധുനിക കാലത്തും ഇത്തരം ജാതിവാദങ്ങൾ ഉയർത്തുന്നത്. ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്, അത്ര തന്നെ. വേറെ ഇല്ല സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച്, കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടാണ്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ട്, ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ഭാഗമാണ് അത്. ഞാൻ എന്തായാലും ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ്, ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇല്ല മാഷെ, ഒരിക്കലും ഉണ്ടാവില്ല. ചേട്ടൻ എന്താ പറഞ്ഞിരുന്നത്? ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയുക, വലിയ ഊർജ്ജമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പം അതിന് പറയുക, ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വേടൻ എന്ന കലാകാരനെ അദ്ദേഹം വെറുക്കുന്നില്ല, എതിർക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ആണ് അദ്ദേഹത്തിന് വിഷയം. അതായത് വേടനെയോ വേടൻ്റെ കലയോ അദ്ദേഹത്തിന് വെറുപ്പോ എതിർപ്പോ ഇല്ല. പക്ഷേ വേടൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളോടാണ് മധു എന്ന പത്രാധിപന് എതിർപ്പും വെറുപ്പും. ഒരിക്കലും അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയെ കൊന്ന ഒരു സംഘടനയോട് നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു മനുഷ്യനും ഇന്ത്യയോട് സ്നേഹമുള്ള ഒരു മനുഷ്യനും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ പിന്നെ മ്യാൻമർ അത് എവിടെ കിടക്കുന്നു? അവർ ഇന്ത്യയിൽ ഒന്ന് എന്ത് ഉണ്ടാക്കാനാണ്? അവരൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിനൊന്നുമുള്ള കെൽപ്പോ അവർക്കില്ല. അവിടെയൊക്കെ ആര് എന്ത് ഭീകരവാദമാണ് നടത്തുന്നത്? എവിടെ വരാൻ? എന്തിനു വരാൻ? നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് എന്ത് ചെയ്യാനാണ്? അവരെയൊക്കെ ആര് കണക്ക് കൂട്ടുന്നു? മ്യാൻമറിനെയൊക്കെ ആരെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടോ? ആരും കണക്ക് കൂട്ടുന്നില്ല. ഇതുപോലെ ഒരു കൊടിയ വിഷം നമ്മുടെ സമൂഹത്തിൽ അലഞ്ഞു നടക്കുന്നു. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് കോഴിക്കോട് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്തതിന് അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു, അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പോവുകയും തിരിച്ചു വലിയ ഉല്ലാസവനായിട്ടാണ് അകത്ത് പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹം വേടനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഒരു പെണ്ണുപിടിയനാണ്, കാമപ്രാന്തനാണ്, കാമവെറിയനാണ്.
അങ്ങനെ നിരവധി വൃത്തികെട്ട വാക്കുകൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുകയും ആ വേടനെതിരെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇവിടെ വേറൊരു വിഷയം മനസ്സിലാക്കേണ്ട, ഈ പറഞ്ഞ പെൺകുട്ടി ഈ ഒരു വീഡിയോ ചെയ്തിട്ട് വേടനെതിരെ വീഡിയോ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പൊക്കിക്കൊണ്ടുവന്ന് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അമ്മയുടെ പ്രശ്നങ്ങൾ, അതായത് സിദ്ദിഖിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ കേട്ടതാണ്. ഈ പെൺകുട്ടി ഏത് തരത്തിലുള്ളതാണെന്നും എങ്ങനെയാണെന്നും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആ പെൺകുട്ടിയുടെ കഥയും ചരിത്രങ്ങളും കൊണ്ടാണ് വേടനെ കുറിച്ച് ഇത്രയധികം എന്തുമാത്രം വൃത്തികെട്ട വാക്കുകളാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യന് എവിടെ ഇരുന്നാണ് ഇത് ചെയ്യുന്നത്? എത്രത്തോളം വൃത്തികേടാണ് അയാൾ പറയുന്നത്? ഏതെങ്കിലും തരം ഇയാൾക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞ സുഡാപ്പികൾ, പിന്നെന്തൊന്ന്, ഈ സുഡാപ്പികൾ എഴുതി കൊടുക്കാൻ മാത്രം വേടൻ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്? വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പയ്യനാണോ വേടൻ? എഴുതാനും വായിക്കാനും അറിയില്ലേ? സുഡാപ്പികളും കമ്മികളും കുമ്മികളൊക്കെ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ ഈ വേടന് പാടാൻ പറ്റുമോ? അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന തലയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എഴുതി അദ്ദേഹം വേദികളിൽ അവതരിപ്പിക്കുന്നു. ഇതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? ഈ വേടന്റെ പിന്നാലെ പോകുന്നില്ല. ഏത് പറഞ്ഞാലും ഈ ശശികലയും ഈ മധുവും ഈ പറയുന്ന സുഭാഷ എന്തെന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഈ വ്യക്തി, ഈ 2-3 പേര് എല്ലാ മുസ്ലിങ്ങളുടെ തലയിൽ ചാടിക്കയറും. ഇവന്മാർക്ക് വേറെ ഒരു പണിയില്ലേ? ഒരു പണിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവർക്കൊക്കെ തലയ്ക്ക് നല്ല ബോധമില്ലേ? ഈ വേടൻ എന്ന് പറയുന്ന പാർട്ടി ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണോ? അങ്ങനെയാണോ ഈ സമൂഹം മുഴുവനും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നത്? ആ സ്ത്രീകളോട് എന്റെ സ്നേഹവും ഐക്യദാർഢ്യവും ഞാൻ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. നോക്കൂ, രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, ഇതിന് ഇച്ചിരി പ്രായക്കൂടുതലുണ്ട്. 2 വർഷം മുൻപുള്ള വെളിപ്പെടുത്തലാണ്. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉള്ള ഗോവിന്ദൻ, MB ഗോവിന്ദൻ, എന്തോ ഒരു ഗോവിന്ദൻ, ആ ഗോവിന്ദൻ പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടു, ഇവൻ ഈ പടനായകനാണ്, അത്ര കേരളത്തിന്റെ പടനായകനാണ്. പിന്നെയോ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്തെന്നറിയാമോ? വേടൻ തിരുത്തിക്കൊണ്ട് വന്നവനാണ്. നോക്കൂ, ഈ പറയുന്നവന്മാരുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളെ ആയിരുന്നു ഈ വേടൻ ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിങ് നടത്തിയത് എങ്കിൽ ഇവരിത് പറയുമായിരുന്നോ? ഇല്ലെന്നേ. അപ്പോഴെന്താണ്, കണ്ടോന്റെ കുട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ വേടൻ ഒരുപാട് സ്ത്രീകളോട് ചെയ്ത ഒരുപാട് സെക്ഷൽ അബ്യൂസ്. അതായത് രേവതി സമ്പത്ത് എത്ര സിനിമയിലാണ് ഇദ്ദേഹം പോപ്പുലറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്? എത്ര സിനിമയിലാണ്? അവിടെ അങ്ങനെ മലയാളിക്ക് അത്രയും പരിചയസമ്പന്നയായ ഒരു നടിയാണോ രേവതി സമ്പത്ത്? അവര് ഈ രീതിയിൽ എന്തിനു പോയി? ഒരിക്കൽ അദ്ദേഹം അത് ചെയ്തെങ്കിൽ ശരി, എന്നെ മോശപ്പെടുത്താനാണ് ഇവന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു അപകടം മണത്തറിയാൻ, തന്നോട് കാണിക്കുന്ന സ്നേഹം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട, നിമിഷ നേരം മതി ആ അപകടം മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറാൻ. അപ്പൊ പിന്നെ ഇവരെന്തിനു പോയി? ഈ സ്ത്രീ എന്തിനു പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഈ വേദി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി പുറത്തിട്ട് ഇതേ സംഭവം തന്നെയാണ് മറ്റ് സിനിമാ മേഖലയിലുള്ള മറ്റു പലർക്കും എതിരെ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ വാക്ക് ആര് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? എന്തിനു വേണ്ടി വിശ്വസിക്കണം? മനസാലെ പോയതല്ലേ, അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രതി വൈകൃതങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കുറച്ച് വൃത്തി മെനയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ ഇവന്റെ കാമപ്രാന്തിനെ കുറിച്ചാണ് 2 വർഷം മുൻപ് ഒരുപാട് പെൺകുട്ടികൾ അവർക്ക് ഇവനിൽ നിന്ന് അനുഭവപ്പെട്ട ഒരുപാട് വേദനയൂറുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത്. അവർക്ക് പിന്തുണ കൊടുക്കുന്നതിന് പകരം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഐക്കണാക്കി മാറ്റിയിരിക്കുന്നു. എന്ത് സന്ദേശമാണ് ഇവൻ നൽകുന്നത്? ആലോചിച്ച് നോക്കൂ. കഞ്ചാവ് കേസിലെ പ്രതി, പിന്നെയോ സ്ത്രീ പീഡകൻ, ഒരുപാട് മീറ്റു ആരോപണങ്ങൾ, വളരെ കാമപ്രാന്തനായിട്ടുള്ള ഇവന്റെ ആ ഒരു
രതി വൈകൃതങ്ങളെ കുറിച്ച് ഒരുപാട് സഹോദരിമാർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എന്നിട്ടോ അതൊക്കെ അവൻ അഡ്മിറ്റ് ചെയ്തു, അതൊക്കെ അവൻ തിരിച്ചറിഞ്ഞു എന്നാ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് കോടതിയും നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ? ഇവിടെ എന്തിനാണ്? ഇവിടെ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റം ചെയ്തു കേട്ടോ എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി അയാൾക്ക് സർക്കാരിന്റെ വലിയൊരു നോമിനി ആയിക്കൊണ്ട്, അതല്ലെങ്കിൽ സർക്കാരിന്റെ വലിയൊരു പ്രതിച്ഛായ ആക്കിക്കൊണ്ട് അയാളെ കൊണ്ട് നടക്കുക, അയാളുടെ ഒരു പ്രോഗ്രാമിന് 7 ലക്ഷം രൂപ വരെ കൊടുക്കുക. ആരുടെ കാശാ കൊടുക്കുന്നത്? ഞാനടക്കം, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ഓരോ മനുഷ്യന്മാരും അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് പോലുമാണ് കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലക്കാടും നടത്തിയത്, പിന്നെയോ ഇടുക്കിയിലും നടത്തി. എന്തിനായിരുന്നു ഈ വേടനെ കൊണ്ടുവന്നത്? ഇയാള് ഈ പറയുന്ന ജിഹാദികൾ എഴുതി കൊടുത്ത വരിയും വായിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൂട്ടാൻ ഇവന് കഴിവുണ്ട്. കാരണം കേരളം ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റി കൂടിയാണ്. അതുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി ജിഹാദികളാൽ എഴുതപ്പെട്ട വരികൾ വായിച്ചുകൊണ്ട് അതിൽ തെറിയൊക്കെ മിക്സ് ചെയ്ത് അവന്റേതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് ഇവിടുത്തെ ജിഹാദികൾ അത് വിജയിപ്പിച്ചു. മാത്രമാണോ, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്ക് നോട്ടം ഇട്ടുകൊണ്ട് ഈ വേടനെ കൊണ്ട് പലസ്തീൻ പതാക, അതല്ലെങ്കിൽ ഹമാസ് ഭീകരന്മാരെ വെളുപ്പിക്കാനും ഇസ്രയേലിനെതിരെ സംസാരിക്കാനും മറ്റൊട്ടേറെ ഈ രാജ്യത്തെ നടക്കുന്ന ഒരു കാര്യവും പറയാതെ അന്യ രാജ്യങ്ങളിൽ നടക്കുന്ന ശത്രു രാജ്യങ്ങളായിക്കോട്ടെ, ഇസ്ലാമിക കൊടും ഭീകരന്മാരായിക്കോട്ടെ, അവരെയൊക്കെ വെളുപ്പിക്കാൻ ജിഹാദികൾ എഴുതി കൊടുത്ത ആ വരികൾ വായിക്കുന്ന, അവന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ആളുകൾ ഇവിടെ പെരുകി വരുമ്പോൾ ആ ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പിണറായി വിജയൻ പച്ചയ്ക്ക് പറയാതെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ അയാൾക്ക് വേണ്ടി, ഈ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി വോട്ട് കുത്തിയ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് തുപ്പുന്ന രീതിയിൽ തന്നെ ചെയ്തപ്പോഴും ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വലിയ മതേതര പട്ടമണിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഓശാന പാടുന്നുണ്ടെങ്കിൽ, ഹിന്ദുവേ, ക്രിസ്ത്യാനി, നിന്റെയൊക്കെ വീട്ടിലും ഇതുപോലെ വേടന്മാർ വരുമ്പോൾ അന്ന് നീ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇനി ഈ രേവതി സമ്പത്ത് പറഞ്ഞ് മാത്രമല്ല, വേറൊരു പയ്യൻ പറയുന്നുണ്ട്, ഇത് 2 വർഷം മുൻപ് നടന്ന കാര്യമാണെങ്കിലും 20 വർഷമോ 200 വർഷമോ നടന്ന കാര്യമാണെങ്കിലും പേക്കൂത്ത് നടത്തിയവൻ, പേക്കൂത്ത് നടത്തിയവൻ, കഞ്ചാവ് കേസിലെ പ്രതി, അവൻ അത് തന്നെയാണ് വൃത്തികെട്ടവനാണെന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. അവനെ വെളുപ്പിക്കുന്ന ഓരോ ആളുകളും ഇവിടെ കമന്റ് ഇടുന്ന ഓരോരുത്തരും നിന്റെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളെ അപ്പോൾ അവൻ എങ്ങനെയായിരിക്കും കാണിച്ചു കൊടുക്കുക എന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്റെ വീട്ടിൽ ഇവനെ കയറ്റില്ല. കാരണം പെണ്ണുപിടിയനായിട്ടുള്ള കാമപ്രാന്തനായിട്ടുള്ള രതി വൈകൃതം കാണിച്ച് നടക്കുന്ന, സെക്ഷൽ അബ്യൂസിങ് മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കഞ്ചാവടിയനെ, ഒരു വേട്ടാവളിയനെ എന്റെ വീട്ടിൽ കയറ്റില്ല. ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്ന, അവന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, നീയൊക്കെ കയറ്റിക്കോ, നീയൊക്കെ പഠിച്ച സംസ്കാരം അതാണല്ലോ, നീയൊക്കെ അറിഞ്ഞ, നീയൊക്കെ പെരുമാറുന്ന സംസ്കാരം അതാണല്ലോ, അതുകൊണ്ട് നീയൊക്കെ നിന്റെ വീട്ടിൽ ആണ് കയറ്റി കിടത്തിക്കോ, അവനെ കിടത്തിക്കോ. ഇനി വേറൊരു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പൊ ആ പേജിൽ കൊടുത്തിട്ടുള്ള മെയിനായിട്ട് ഇയാളുടെ മേൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇവയൊക്കെയാണ്. സ്കോർട്ട് ചെയ്തു തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധം, അതായത് ഒരുപാട് പെൺകുട്ടികളെ ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിങ്ങിന് വേണ്ടി, അതല്ലെങ്കിൽ ഇവന്റെ കാമപ്രാന്ത് തീർക്കാൻ വേണ്ടി സമീപിക്കുന്നു. ആ സമീപിച്ച പെൺകുട്ടികളെല്ലാം മീറ്റു ആരോപണം രംഗത്ത് വന്ന സമയത്ത് പച്ചയ്ക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എന്നോട് വേടൻ എന്ന് വിളിക്കുന്ന ഈ കിരൺദാസ, എന്തോ ഒരു ദാസ് മുരളി, ഇവൻ ചെയ്തിരുന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇന്ന് ഈ വേടൻ എന്ന് പറയുന്ന ഈ കാമപ്രാന്തനെ തോളിലേറ്റി നടക്കുന്ന, ആ കാമപ്രാന്തന്റെ കാല് തൊട്ട് വന്ദിക്കാൻ വേണ്ടി കുമ്പിട്ട ആ പെൺകുട്ടിയുടെയൊക്കെ കഥ, ആ പെൺകുട്ടിയുടെയൊക്കെ വീട്ടുകാരുടെയൊക്കെ കഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിലധികം എന്താണ് പറയേണ്ടത്? ഇതും 2 വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ വേടൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേടൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാനിതാ അഡ്മിറ്റ് ചെയ്യുന്നു, എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇപ്പൊ വീണ്ടും വേടൻ മാപ്പ് പറഞ്ഞു. അതെന്തിനാ? അത് കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് അടിച്ചതിനും അറസ്റ്റ് ചെയ്ത് വെറും ഒരു തെമ്മാടിയായി മുന്നോട്ട് പോലീസുകാർ പൊക്കിപ്പിടിച്ചു കൊണ്ടുപോയപ്പോഴും വേടൻ മാപ്പ് പറഞ്ഞു. അപ്പോൾ വേടന് മാപ്പ് കൊടുത്തു ആരൊക്കെ? ഇവിടത്തെ ജിഹാദി കൂട്ടങ്ങളും ഇവിടത്തെ അന്തം കമ്പികളും ഇവിടെ നാട് കട്ടുമുടിച്ച 6.5 പതിറ്റാണ്ട് എന്റെ ഭാരതത്തെ കട്ടുമുടിച്ച അടിമ കൊങ്ങികളും അവനെ പൊക്കി നടന്നു. കാരണം എന്താ? അവന്റെ പിറകിലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ, ഇസ്ലാമിക സമുദായത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഒരു പെണ്ണുപിടിയനെ, ഈ കാമപ്രാന്തനെ, ഈ കഞ്ചാവടിയനെ, ഈ മയക്കുമരുന്ന് അടിക്കാരനെ പൊക്കിപ്പിടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെയൊക്കെ സംസ്കാരം, അവന്റെയൊക്കെ വീട്ടിലുള്ള ആ സ്ത്രീകളെ, അമ്മ പെങ്ങന്മാരെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ വേടനെ
ഇങ്ങനെ കോളേറ്റ് നടക്കുന്ന ആളുകളുടെ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് വലിയ ചോദ്യമാണ്. അപ്പോൾ രേവതി സമ്പത്തായാലും ഒട്ടേറെ സ്ത്രീകളും വെളിപ്പെടുത്തി രംഗത്ത് വന്നപ്പോൾ യെസ് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കേരള ജനതയുടെ മുഖത്ത് നോക്കി സമ്മതിച്ച ആ പെണ്ണുപിടിയന് മാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മമുണ്ടല്ലോ അത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളോട് ചെയ്യുന്ന മഹാപാതകമാണെന്ന് പച്ചയ്ക്ക് പറയട്ടെ. പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്. പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും.